ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ അടുത്ത ഭാഗം എന്താണെന്ന് പറയാം. അപ്പോൾ വർഷ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് അറിയാൻ വേണ്ടി രേവതിക്ക് ഇത് എടുക്കായി. അപ്പോൾ രേവതി പറഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയണേനോ ഒന്ന് കാണണേനോ. അപ്പോൾ വർഷ പറയാണ്, ഓക്കെ ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. വർഷ ശ്രീകാന്തിനെയും രേവതിയെയും അതിനകത്ത് കൊണ്ടുപോയിട്ട് സ്റ്റുഡിയോൻ്റെ അകത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് ഓരോരോ കാര്യങ്ങളും. അപ്പോൾ അവിടെയുള്ള സാറിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രീകാന്ത്, അത് അവരുടെ ഏട്ടത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വർഷ പറഞ്ഞു കൊടുക്കുകയാണ് രേവതിക്ക്, ഇതാണ് എൻജിനീയർ. അപ്പോൾ രേവതി ചോദിക്കുന്നു, വീട് പണിയോ എന്ന്. അപ്പോൾ അവൾ പറയുന്നത്, വീട് പണിയുന്ന എൻജിനീയർ അല്ല, ഇനി ഡബ്ബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ സാറ് പറയാണ്, വർഷ ഒന്ന് വിനീതയ്ക്ക് പകരം ഡബ്ബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഒന്ന് വോയിസ് കൊടുക്കുക എന്ന്. അപ്പോൾ അവൾ പറയാണ്, ഇല്ല അത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ സാർ എന്ന്. അപ്പോൾ വിനീതയ്ക്ക് പകരം ആരെയും കിട്ടിയില്ലേ? ഇല്ല വർഷ, ഈ എപ്പിസോഡിൽ അവളുടെ കൂടി വോയിസ് വേണം, പെട്ടെന്ന് തന്നെ കൊടുക്കുകയും വേണം, വേറൊരു വഴിയും കാണുന്നില്ല. അപ്പോൾ വർഷ പറയാണ്, ചേച്ചിയുടെ വോയിസ് നല്ലതാ സാർ, നമുക്ക് വിനീതയ്ക്ക് പകരം ചേച്ചിയെ കൊണ്ട് ഡബ്ബ് ചെയ്യിച്ചാലോ? അപ്പോൾ രേവതി പറയാണ്, അയ്യോ ഞാനോ? അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്കതൊന്നും അറിയില്ല. രേവതിയുടെ ഒരു നല്ലൊരു അഭിനയമാണ്. വർഷ പറയാണ്, സംസാരിക്കാൻ നല്ലതുപോലെ അറിയാലോ. അപ്പോൾ രേവതി, ഇതുപോലെ സംസാരിച്ചാൽ പോരല്ലോ, എനിക്കാവില്ല വർഷ. അപ്പോൾ വർഷ, ഇപ്പം തന്നെ ഡബ്ബിങ് കൊടുക്കണം, ഇവരൊക്കെ ആകെ ടെൻഷനിലാണ്. ചേച്ചി വിചാരിച്ചാൽ അത് നടക്കും, ഒന്ന് നോക്കുന്നേ. അയ്യോ ഇതിനെപ്പറ്റി ABCD പോലും അറിയാതെ ഞാനെങ്ങനെ കൊടുക്കാനാ? അയ്യോ എനിക്ക് പറ്റില്ല വർഷ, വേണ്ട. അപ്പോൾ ശ്രീകാന്ത്, ഒന്ന് ട്രൈ ചെയ്. അപ്പോൾ വർഷ പറയാണ്, ഞാനില്ലേ അടുത്ത്. അയ്യോ വർഷ എനിക്ക് പേടിയാവുന്നു വർഷ, എന്നെക്കൊണ്ടാവില്ല വർഷ. അപ്പോൾ സാറ് പറയാണ്, ഒന്ന് ട്രൈ ചെയ്യുന്നേ. എന്താ ഇടത്തേക്ക് കൊണ്ട് പറ്റുമെന്നല്ലേ ഇവരൊക്കെ പറയുന്നത്, എനിക്കാവില്ല ശ്രീകാന്ത്, എൻ്റെ കയ്യും കാലും ഒക്കെ വിറക്കുകയാണ്. വർഷ പറയാണ്, ഇന്ന് ചേച്ചിയെ കൊണ്ട് ഞാൻ ഡബ്ബ് ചെയ്യിപ്പിച്ചിട്ടേ വിടുള്ളൂ. അയ്യോ ശ്രീ, എനിക്കാവില്ല ശ്രീ. അപ്പോൾ അവൾ സാറിൻ്റെ അടുത്ത് പറയാണ്, സ്ക്രിപ്റ്റ് എവിടെയെന്ന്. വേണ്ട വർഷ വേണ്ട, വിട്, ഞാൻ നന്ദി പറയാൻ വേണ്ടി മാത്രം വന്നതാ. അപ്പോൾ ശ്രീകാന്ത്, എന്താ ചെയ്ത് എടുത്തി, ശ്രമിച്ചു നോക്ക്, ഇനി ഒന്നും നോക്കണ്ട, ട്രൈ ചെയ്തേ പറ്റൂ. വർഷ എനിക്ക് പേടിയാവുന്നു വർഷ, എല്ലാം കൂടി വർഷ കൂട്ടിക്കൊണ്ട് പോയി. വർഷ അങ്ങനെ രേവതിക്ക് ഹെഡ്സെറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ബേജാറാകുന്നു, വിഷമമാകുന്നു. അപ്പോൾ അവൾ പറയാണ്, എന്തിനാ ഇതൊക്കെ വെക്കുന്നത്? അപ്പോൾ വർഷ പറയാണ്, ഇത് വെച്ച് കഴിഞ്ഞാൽ എൻജിനീയർ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുകയുള്ളൂ. ഇത് പഠിച്ചിട്ട് പറ. അയ്യോ വേണ്ട, വീണ്ടും പറയാണ്, അയ്യോ വേണ്ട, എനിക്ക് പേടിയാവുന്നു വർഷ. അയ്യോ ധൈര്യമായിട്ടിരിക്കേ, ഇതിലുള്ളത് വായിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി. രേവതി അതൊക്കെ മനസ്സിൽ വായിക്കുകയാണ്. അപ്പോൾ വർഷ അത് നോക്കി നിന്നിട്ട് പറയാണ്, ഇതൊക്കെ വായിക്കാൻ ചേച്ചിക്ക് പറ്റും, ചേച്ചി ഒന്നുകൂടി നോക്ക്. ഒടുക്കം ഹെഡ്സെറ്റൊക്കെ കഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല വർഷ. സാറില്ല പോട്ടെ എന്ന് പറഞ്ഞ് വർഷ അവരോട് ഇത് പറയാണ്. പിന്നെ വർഷ അവരെ പിടിച്ച് പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറയാണ്, ചേച്ചി എന്തിനാണ് പേടിക്കുന്നത്, ഞാനില്ലേ കൂടെ, അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് ചെയ്തോ എന്ന്. അവൾ എല്ലാം പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വീണ്ടും സ്റ്റുഡിയോയുടെ അകത്ത് കൂട്ടിക്കൊണ്ടുവന്ന് വർഷ, അതായത് എന്ന് പറഞ്ഞാൽ അത് ഒരുവിധമല്ലോ അവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്സെറ്റൊക്കെ വെച്ച് കൊടുത്തു, അതായത് അതിൻ്റെ തുണ്ടൊക്കെ കൊടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെയാണ് വായിക്കേണ്ടത് പറയേണ്ടത് എന്ന് പറഞ്ഞ് അവൾ ഒരുവിധം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സ്ക്രിപ്റ്റ് കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ശബ്ദം കൊടുക്കേണ്ട ഒരു പെണ്ണ് ഒരു പാവം കുട്ടിയാണ്, അതേ ഇതിലാണ് പറയേണ്ടത്. അതായത് അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു മരുമകൾ, അതായത് എപ്പോഴും വഴക്ക് കേൾക്കുന്ന മരുമകൾ. അപ്പോൾ ചേച്ചിയുടെ അമ്മായി അമ്മയോട് ആദ്യമായിട്ട് കയർത്ത് പറയുകയാണ്. അയ്യോ എൻ്റെ അമ്മായി അമ്മയോടോ? ചേച്ചി സീരിയലുള്ള അമ്മായി അമ്മയോട്. ഇതിൽ എഴുതിയത് ഞാൻ പറഞ്ഞു തന്നതുപോലെ പറഞ്ഞോ. അതിനുശേഷം അടുത്തതിലേക്ക് പോകാം. ഒരു തവണ രേവതി പറഞ്ഞു, അത് ശരിയായില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് രണ്ടാമത് പറയാൻ വേണ്ടിയിട്ട് വർഷ പറയുകയാണ്, ചേച്ചിയെ ഒരാൾ വഴക്ക് പറയുകയാണെങ്കിൽ ചേച്ചി അവരോട് ഇങ്ങനെ കയർത്ത് പറയാം, അതുപോലെ പറയണം, മോണിറ്ററിൽ നോക്കിയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്, ഈ തുണ്ടൊന്നും നോക്കാൻ പാടില്ല, നേരെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അവൾ വീണ്ടും പറയാൻ വേണ്ടി തുടങ്ങുകയാണ്, നോക്ക്, IAS IPS എന്നുള്ളതൊന്നും വലിയൊരു പദവിയല്ല, അമ്മായി അമ്മയെ അനുസരിക്കണം, അതാണ് വേണ്ടത്. മരുമക്കളെ മക്കളായിട്ട് കാണണം, മരുമക്കളെ നിങ്ങൾ മക്കളായിട്ടല്ല
നിങ്ങളൊരു വേലക്കാരിയെ പോലെയാണ് എന്നെ കാണുന്നത്. നിങ്ങൾ എന്നോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ്. നിങ്ങൾ എന്നോട് മര്യാദ കാണിച്ചാൽ ആ മര്യാദ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എന്നെ എന്തും പറയാമെന്നാണോ നിങ്ങളുടെ വിചാരം? ഇനി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഞാൻ മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് താങ്ങാനാവില്ല. ജാഗ്രതേ. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയാണ്, സാറ് ഫാൻറ്റാസ്റ്റിക് എന്ന് പറഞ്ഞ് അവളെ അഭിനന്ദിക്കുകയാണ്. വർഷയും കൈകൊടുത്ത് അഭിനന്ദിക്കുകയാണ്. സൂപ്പർ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുകയാണ്. എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. വർഷ, ഇതിൽ ആരൊക്കെയോ എന്നെ അഭിനന്ദിക്കുന്നു. അപ്പോൾ വർഷ പറഞ്ഞു, അത് മറ്റാരുമല്ല, എൻജിനീയർ സാറാ. വാ പോകാം, ഇതൊക്കെ ഇവിടെ വെക്ക് എന്ന് പറഞ്ഞിട്ട് വർഷ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ശ്രീകാന്ത് പറയാണ്, എടത്തി നന്നായിട്ടുണ്ട്, സൂപ്പർ വർഷ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. വർഷ പറയുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ചേച്ചി പറയുകയാണ് ചേച്ചിയുടെ കഴിവാണ്. ചേച്ചിക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, നിങ്ങളാരും അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ചേച്ചി ഇത് തുടർന്നാൽ നല്ല തിരക്കുള്ളൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് മാറും. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഞാനിത് പേടിച്ചിട്ടാണ് ചെയ്തത്, എനിക്കിത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ടി വിയിൽ സീരിയലായിട്ട് മാറും അല്ലേ? ചേച്ചി ഇപ്പോൾ ഡബ് ചെയ്തത് കാണണോ? ഞാനിപ്പോൾ കാണിച്ചു തരാം. സാർ അതൊന്ന് പ്ലേ ചെയ്യുമോ? ഓക്കെ, 1 മിനിറ്റ്. അതിനിടയിൽ രേവതി ശ്രീകാന്തിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ശ്രീകാന്ത്, വർഷ നല്ല കുട്ടിയല്ലേ? ശ്രീകാന്ത്, അതെ, അവൾ നല്ലവളാ. അപ്പോഴാണ് അവൾ അപ്പുറത്തുനിന്ന് തിരിഞ്ഞു നോക്കുന്നത് ഇത് കേട്ടിട്ട്. പിന്നെ കാണിക്കുന്നത് ദേവുവിൻ്റെ അടുത്ത് രേവതി വന്നിട്ട് പറയാണ് ഡബ് ചെയ്ത കാര്യമൊക്കെ. അപ്പോൾ ദേവു പറയാണ്, ചേച്ചി ഡബ് ചെയ്തെന്നോ? കള്ളം പറയല്ല ചേച്ചി, അതേടി ഞാൻ സത്യമാണ് പറയുന്നത്. വർഷ എന്നെ പഠിപ്പിച്ചത്. അതിൽ ആ പേപ്പറിൽ കുറേ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു, അതാണ് പറയേണ്ടത്. ഒരു വിധം ഞാനത് പറഞ്ഞൊപ്പിച്ചു. അതിനകത്ത് കയറിയപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. വർഷയൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? വർഷയെ സമ്മതിക്കണം. അപ്പോൾ ദേവു പറയാണ്, വർഷ നല്ല കുട്ടിയല്ലേ? അതെ, നല്ലവളാവൾ, എനിക്കവളെ ഇഷ്ടമായി. അവൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടന്നേനെ. അപ്പോൾ ദേവു പറയാണ്, സച്ചേട്ടൻ ഇപ്പോൾ വീട്ടിൽ കാണുമല്ലോ, കാറ് റിപ്പയർ ചെയ്ത് കിട്ടാൻ കുറച്ച് ദിവസം എടുക്കില്ലേ? ഏയ്, വേറൊരു കാർ ഓടിക്കുന്നുണ്ട്, പിന്നെ സ്വന്തം കാറെന്ന് വെച്ചാൽ ജീവനാ. പാവം, അതിൻ്റെ വിഷമത്തിലാ. അപ്പോൾ ദേവു പറയാണ്, അച്ഛമ്മയുടെ അടുത്ത് പോയി വന്നപ്പോൾ രണ്ടുപേർക്കും നല്ല മാറ്റമുണ്ട്. നിനക്ക് തോന്നിയല്ലേ? അച്ഛമ്മയുടെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മിക്ക സമയത്തും ഒന്നിച്ചല്ലേ? അമ്പലത്തിൽ പോകലും നാട് ചുറ്റിക്കാണലും ഒക്കെ ആയിട്ട് ദിവസം പോയതെന്നെ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ അടുത്തറിയാനും കൂടുതൽ മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു ആ സമയത്ത്. നല്ല മനസ്സാ അദ്ദേഹത്തിൻ്റെ. അപ്പം തുടങ്ങിയല്ലേ? എന്ത്? ലവ്, സ്നേഹം, പ്രണയം? ഏയ് പോടി അവിടുന്ന്. അപ്പോൾ അതില്ലേ? അറിയില്ല. ദേവു വേണ്ട, നീ വന്നേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വരികയാണ്. അപ്പോഴാണ് ഒരു വണ്ടി വന്ന് കുറുകെ നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ ആൾ ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കുകയാണ്. എന്താണ് രേവതി, സുഖം തന്നെയല്ലേ? അത് നമ്മളെ മറ്റേ ടീമുകാരാണ്, അതായത് കഞ്ചാവ് വെച്ച് കൊടുത്തില്ലേ വണ്ടിയിൽ, അവരായിരുന്നത്. എന്നെ തേടി വന്നതാണോ? കാശിൻ്റെ ആവശ്യമുണ്ടോ? മുമ്പൊക്കെ നീ എന്നെ തേടി വരാറില്ല, ഞാൻ നിന്നെ തേടിയാണ് വരാറ്. പക്ഷേ മുമ്പൊക്കെ നീ എന്നെ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. ഇപ്പം കാശിൻ്റെ ആവശ്യം കാണും അല്ലേ? അല്ല, കെട്ടിയോനെ പോലീസ് പൊക്കിയെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തോ കഞ്ചാവ് കേസല്ലേ? നീ എന്തിനാ അവൻ്റെ കൂടെ പോയത്? നിൻ്റെ ഭാവി പോയില്ലേ രേവതി? ഇതൊക്കെ പറയുന്നത് രേവതി കേട്ടുകൊണ്ട് നിൽക്കണം, ഒരക്ഷരം പറയാതെ. അപ്പോൾ കാറും വർക്ക്ഷോപ്പിലല്ലേ? ജോലിയൊന്നുമില്ലാതെ അവൻ വീട്ടിലിരിക്കായിരിക്കും അല്ലേ? നിന്നെ കാശിന് വേണ്ടി പറഞ്ഞു വിട്ടതാ? അപ്പം രേവതിക്ക് ദേഷ്യം വന്നു. നിർത്തടാ, ആർക്ക് വേണടാ നിൻ്റെ കാശ്? അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഭാര്യയായ ഞാനിന്ന് അഭിമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈയടിച്ചൂട് നന്നായിട്ട് അറിഞ്ഞവനല്ലേ നീ? എന്നിട്ടും നീ പഠിച്ചില്ല അല്ലേ? അദ്ദേഹത്തിൻ്റെ കാറ് പോലീസ് പിടിക്കാൻ കാരണം തന്നെ നീയാ. എന്നിട്ട് കാറിൽ കഞ്ചാവും വെച്ച് അദ്ദേഹത്തെ ചതിച്ചത് നീയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ദേവു പറയാണ്, എന്താടാ നോക്കുന്നത്? താൻ തൻ്റെ 2 കിങ്കരന്മാരെ ഉപയോഗിച്ച് അത് ചെയ്തതല്ലേ? തെളിവുണ്ടോ ഞങ്ങളെ കയ്യിൽ? അതെ, ഞാൻ തന്നെയാണ് ചെയ്തത്. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഒരു കാർ ഡ്രൈവറായ അവൻ എൻ്റെ മേൽ കൈവച്ചു. ഞാൻ വെറുതെ ഇരിക്കുമെന്ന് അവൻ കരുതിയോ? നല്ല പണി ഞാൻ കൊടുത്തു. ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഹേയ്, വീമ്പ് പറയാതെ. താനാണിത് ചെയ്തതെന്ന് ഈ നിമിഷം വരെ അദ്ദേഹത്തിന് അറിയില്ല. അറിഞ്ഞാൽ തൻ്റെ സ്ഥിതി എന്താകുമെന്ന് തനിക്ക് ഊഹിക്കാലോ.
എന്താവാൻ, ഒരു ചുക്കും നടക്കില്ല. രേവതി, എന്താകുമെന്ന് തനിക്കറിയില്ലേ? 2 തവണ സച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊക്കെ താൻ മറന്നോ? രേവു, അടി വാങ്ങി റോഡിൽ വീണ് നിലവിളിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ ജീവൻ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുക ഞാൻ. ആരാണ് അദ്ദേഹത്തെ ചതിച്ചതെന്ന് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. താനാണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സംശയവും ഇല്ല. പക്ഷേ താനാണത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ പിന്നെ താൻ ജീവനോടെ കാണില്ല. എന്താടോ ചിരിച്ച് പേടിയില്ലെന്ന് അഭിനയിക്കുകയാണോ? ചിരി കൊണ്ട് ഭയത്തെ മറക്കുക. ഞാൻ തന്ന ദാനാണ് തൻ്റെ ഈ ജീവിതം. എടീ, ഏയ്, എടി പോടിന്നൊക്കെ വിളിച്ചാൽ താൻ വിവരം അറിയും. താൻ ഒച്ച വെച്ചാൽ ഞാനങ്ങ് പേടിക്കുമെന്ന് കരുതിയോ? അതിന് താൻ വേറെ ആളെ നോക്ക്. രേവു പല്ല് കടിയിട്ടിട്ടാണ് പറയുന്നത്. നിന്നോടുള്ള ദയ കാരണമാണ് ഞാൻ അദ്ദേഹത്തോട് പറയാതിരിക്കുന്നതെന്ന് താൻ കരുതണ്ട. ദേഷ്യത്തിൽ തന്നെ അദ്ദേഹം എന്തെങ്കിലും ചെയ്താൽ അതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം തീരും. അദ്ദേഹത്തെ ഓർത്ത് മാത്രം ഞാൻ തൻ്റെ പേര് പറയാത്തത്. കാറിൽ കഞ്ചാവ് കിടത്തിയത് ആരാണെന്നറിഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ച് നടക്കില്ല, എഴുന്നേറ്റ് നടക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മരിച്ച് ജീവിക്കേണ്ടി വരും തനിക്ക്. എന്താ പേടിച്ചു പോയോ? ചിരിക്കുന്നില്ല? തന്നെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാവണ്ട. അദ്ദേഹം എൻ്റെ ജീവനാ. എനിക്ക് മുഖ്യം അദ്ദേഹമാ. അതുകൊണ്ട് മാത്രം ഞാൻ തന്നെ ചൂണ്ടിക്കാണിക്കാത്തത്. അദ്ദേഹം ഇതറിഞ്ഞാലുണ്ടല്ലോ, കടം കൊടുക്കുന്ന നിന്നെ പിച്ചെടുക്കുന്ന പരുവത്തിലാക്കും. ദേവു അറിയാം. താൻ അത് മനസ്സിൽ വെച്ചോ. ഗജാനന്ദ, താൻ ഇതുവരെ ചെയ്തത് ചെയ്തു. ഇനി താൻ ഞങ്ങളെ കുറുകെ വരരുത്. അധ്വാനിച്ച് ജീവിക്കുന്നവരാ ഞങ്ങൾ, തന്നെ പോലെയല്ല. പണയില്ലെങ്കിലും തനിക്കില്ലാത്തത് പലതും ഞങ്ങൾക്കുണ്ട്. ഇനി താൻ ഞങ്ങളെ വഴിയെ വരരുത്. വന്നാൽ തനിക്ക് തന്നെയാണ് ആപത്ത്. പോടോ, പോയി ജോലി നോക്കടോ. അതും പറഞ്ഞ് വാ മോളെ പോകാം എന്ന് പറഞ്ഞ് രേവതിയും ദേവും കൂടി അവിടുന്ന് പിന്മാറി. അതിലൊരുത്തൻ വന്നിട്ട് ചോദിക്കുകയാണ്, അവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബോസിനെ ആർക്കും പേടിയില്ലേ? അവൻ്റെ ചെകിട്ടത്തൊന്ന് കൊടുത്തു ബോസ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും നമ്മളെ അവരുടെ അമ്മയൊക്കെ സാരി എടുക്കുന്ന ഇതിലാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, വർഷയ്ക്ക് ശ്രുതിക്ക് വേണ്ടി സാരി നോക്കുകയാണ്. അപ്പോൾ അത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ചന്ദ്ര അങ്ങെടുത്തു എന്ന്. ഈ സാരി കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. മരുമോളെ മനസ്സിന് പിടിച്ചതുപോലെ തന്നെ ഈ സാരിയും എൻ്റെ മനസ്സിന് പിടിച്ചു. ശ്രുതിയോട് ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. മനസ്സിന് പിടിച്ചത് ഞാനങ്ങ് സ്വന്തമാക്കും. അത് ബാമയ്ക്കറിയില്ലേ? ശ്രുതിക്ക് ഈ സാരി നന്നായിട്ട് ചേരും. മോൾക്ക് ഇഷ്ടമായോ? ഇതൊക്കെ രേവതി ബാക്കിൽ നിന്നും കാണുന്നുണ്ട്. ഇഷ്ടമായി. ആൻറ്റി സെലക്ട് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? മടക്കി വെക്കുന്നതിനിടയിൽ ചന്ദ്ര പറയാണ്, ഇതുടുത്താൽ മഹാലക്ഷ്മിയെ പോലെ ഉണ്ടാവും അല്ലേ ബാമേ? ബാമ പറഞ്ഞു, അതെ അതെ. അപ്പോൾ ശ്രുതി സൂപ്പറായിട്ടുണ്ട്. വേറൊരു സാരി എടുത്തിട്ട് പറയാണ്, ഇതെങ്ങനെയുണ്ട് നോക്ക്, ഇതും മോൾക്ക് നന്നായിട്ട് ചേരും. ചിലർക്ക് ഇതൊന്നും ഉടുപ്പിച്ചാലൊന്നും ഒരു രസവും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് ഉടുപ്പിച്ചിട്ട് വയലിൽ കൊണ്ട് നിർത്താൻ വേണ്ടി തോന്നും. നോക്ക് കുത്തിയായിട്ട്. രേവതിയെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. രേവതിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ ബാമയും അവളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ബാമയ്ക്കും അത് കേട്ടൊരു വിഷമം തോന്നി. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പം അടുത്ത ഭാഗമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.